നമസ്കാരം. ഇലക്ഷൻ ചാനൽ ആരംഭിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കളമൊരുങ്ങുന്നു. LDFന്റെ ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമായി കഴിഞ്ഞു. കാരണം CPIയും ഇന്ന് അവരുടെ ലിസ്റ്റ് പുറത്തുവിട്ടതോടെ LDF ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ ഒരു മുഴം മുൻപെയാണ്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഒരുപക്ഷെ 2 ദിവസത്തിനകം ഉണ്ടായേക്കാം. നാളെ നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നുണ്ട്. അതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. കോൺഗ്രസിലാകട്ടെ സിറ്റിംഗ് MP-മാരെല്ലാം മത്സരിക്കും എന്നായിരുന്നു ആദ്യഘട്ടത്തിലെ ധാരണ. അതായത് 18 സീറ്റിലും സിറ്റിംഗ് MP-മാർ മത്സരിക്കുന്നു. കോൺഗ്രസിലും ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രേമേന്ദ്ര സ്ഥാനാർത്ഥി വെച്ചു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി. പക്ഷേ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരില്ല എന്ന ഏറ്റവും പുതിയ സൂചനകൾ പുറത്തു വരികയാണ്. രാഹുൽ ഇത്തവണ ലക്ഷ്യം വെക്കുന്നത് തെലങ്കാനയാണ്. കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ സാന്നിധ്യം ഒരുപക്ഷെ ഉണ്ടായേക്കില്ല. കഴിഞ്ഞ തവണ 2019 രാഹുൽ കേരളത്തിലുണ്ടാക്കിയ തരംഗം നമുക്ക് മറക്കാനാവില്ല. 20-ൽ 19 സീറ്റ് എന്ന ഐതിഹാസിക വിജയത്തിലേക്ക് കോൺഗ്രസ് എങ്ങനെ എത്തി എന്നത് രാഹുലിന്റെ കൂടി പ്രഭാവമായിരുന്നു. രാഹുൽ പ്രധാനമന്ത്രിയാകും എന്നുള്ള പ്രചരണം വ്യാപകമായി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് നേരെ വിപരീതമായി ഉത്തരേന്ത്യയിൽ രാഹുലിന്റെ വയനാട്ടിലെ സാന്നിധ്യം BJP എങ്ങനെ ഉപയോഗിച്ചു എന്നതും നമ്മൾ അന്ന് മനസ്സിലാക്കിയതാണ്. കാരണം UP-യിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റിൽ രാഹുൽ പരാജയപ്പെടുന്നു, വയനാട്ടിൽ ജയിക്കുന്നു. രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥം അമേഠിയിലെ പരാജയത്തിന് കാരണമായി എന്ന വിവരങ്ങൾ, അത്തരം സൂചനകളും അടക്കം പുറത്തു വന്ന പശ്ചാത്തലമുണ്ട്. ഇത്തവണത്തെ പ്രധാന കാര്യം രാഹുൽ വയനാട്ടിലേക്ക് വരില്ല എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. എന്നോടൊപ്പം മനു ഭരതുണ്ട്. മനു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഹുലിന്റെ സാന്നിധ്യം വയനാട്ടിലെ ചില്ലറ ഗുണമല്ല UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഉണ്ടാക്കിയത്. BJP അത് മനോഹരമായി ഉപയോഗിക്കുകയും ചെയ്തു ഉത്തരേന്ത്യയിൽ. ഇത്തവണ രാഹുൽ തെലങ്കാനയിലേക്ക് എന്നാണ് സൂചനകൾ. എന്താണ് മനസ്സിലാക്കേണ്ടത്? രാഹുൽ കർണാടകയിൽ മത്സരിക്കാം, ചിലപ്പോൾ കൂടുതൽ സാധ്യത തെലങ്കാനയിലാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി വളരെ ശ്രദ്ധയോടുകൂടി തെരഞ്ഞെടുപ്പിൽ നീങ്ങുന്നു എന്നത് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം രാഹുൽ ഗാന്ധിക്ക് ഒരു കാര്യം വളരെ കൃത്യമായി അറിയാം. ഈ തെരഞ്ഞെടുപ്പിലെ പ്രൈം ഫോക്കസ് രാഹുൽ ഗാന്ധി ആയിരിക്കും. രാഹുലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ പദ്ധതികളും BJP പ്രധാനമായും ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു തിക്താനുഭവം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേരത്തെ അമേഠിയിൽ രാഹുലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ പദ്ധതികളും അല്ലെങ്കിൽ അതിനുവേണ്ട ഗ്രൗണ്ട് വർക്കുകളെല്ലാം വളരെ ശക്തമായി തന്നെ BJP ചെയ്തു വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ ആ കോൺഫിഡൻസ് അവസാന നിമിഷമാണ് ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതാവുകയും അത് മനസ്സിലാകാതാവുകയും പെട്ടെന്ന് അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്ന ഏറ്റവും കംഫർട്ടബിൾ സീറ്റ് എന്ന നിലയിൽ വയനാട് തിരഞ്ഞെടുക്കാൻ വരുന്നു. സിദ്ദിഖായിരിക്കും സ്ഥാനാർത്ഥി എന്നാണല്ലോ നമ്മളൊക്കെ കരുതുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ രാഹുൽ ഗാന്ധി വരുന്നു. അങ്ങനെ ചിത്രം മാറുന്നു എന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ 2-3 ഫാക്ടേഴ്സ് സമാനമായ രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഉണ്ട്. കാരണം ഇന്ത്യ മുന്നണി എന്നത് ഒരു വിശ്വാസ്യതയുള്ള ഒരു മുന്നണിയായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നത് രാഹുലിന്റെ മുന്നിൽ ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ട് അവരെ മുഴുവൻ വിശ്വാസത്തിലെടുക്കണം. രണ്ടാമത്തേത് CPIയുടെയൊക്കെ തുടർച്ചയായുള്ള നേതാക്കളുടെ പരാമർശമുണ്ട് മനു. അതായത് രാഹുൽ മത്സരിക്കേണ്ടത് BJPയോടാണ്, അല്ലാതെ കേരളത്തിൽ വന്ന് ഇന്ത്യ മുന്നണിയിലെ കക്ഷിയായ LDFനോട് അല്ലെങ്കിൽ CPIയോട് അല്ല എന്ന് പറയുന്നു. അത് നേർക്കുനേർ പോരാട്ടമാണ് രാഹുലിനെ പ്പോൾ നേതാവിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നു. അതൊക്കെ ഒരു പക്ഷേ കാരണമായേക്കാം അങ്ങനെ തീരുമാനമുണ്ടായാൽ, അല്ലേ? അതോടൊപ്പം തന്നെ ഇപ്പോൾ CPI സ്ഥാനാർത്ഥി നമ്മൾ ഇപ്പോൾ പ്രഖ്യാപിച്ചല്ലോ, ആനി രാജ വരുന്നു. അവർ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു സുപ്രധാനമായ നേതാവാണ്. അവരുടെ വനിതാ വിഭാഗത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള ആളാണ് CPIയുടെ. അപ്പോൾ ആ നിലയ്ക്ക് ആനി രാജ അവരുടെ ഒരു പശ്ചാത്തലം, ദേശീയ രംഗത്തുള്ള അവരുടെ ശ്രദ്ധ. അപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങനെ ആനി രാജയ്ക്കെതിരെ മത്സരിക്കുന്നു എന്നത് ഒരു ഗുണകരമായ ഒരു കാര്യം ആകില്ല എന്നൊരു ഇതുണ്ട്. ആനി രാജ നമുക്കറിയാം, അവർക്ക് ഒരു കേന്ദ്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്കൊരു വലിയൊരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട്. അവർ വളരെ ചെറുപ്പം തൊട്ട് തന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി രംഗത്ത് ASFലൊക്കെ കൂടി രംഗത്ത് വരുന്നു. തുടർന്ന് ഈ പാരലൽ കോളേജ് സമരത്തിലൊക്കെ പങ്കെടുത്ത് അവരുടെ ജീവിതം തന്നെ ഒരു വിപ്ലവാത്മകമായാണ്. ഒരു പിന്നോക്ക ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ താൻ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ആനി തോമസ് ആണ് പിന്നെ ആനി രാജയെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലും ഇംഫാലിൽ പോലീസ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു വിപ്ലവകരമായ ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ ഘട്ടത്തിലും ഉണ്ടാവുക. ഒരു ആനിരാജ ഉൾപ്പെടെയുള്ള അന്നത്തെ ഒരു 50-ലധികം ബിരുദധാരികൾ നയിച്ച ഒരു വലിയ
പദയാത്രയൊക്കെ ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, അന്ന് അവരുടെ ചെറുപ്പകാലത്ത് 90കളിലൊക്കെയാണെന്നോ അതിൻ്റെ മുന്നേക്ക്. അപ്പോൾ അവരൊരു വലിയ പദയാത്ര നയിക്കുന്നു. അത് കേരളത്തിൽ സ്ത്രീകളുടെ ഒരു പദയാത്ര എന്നല്ല, ഇപ്പോൾ ഒട്ടനവധി പദയാത്രകൾ പോകുന്നതുകൊണ്ട് ഞാൻ അതും കൂടി പറഞ്ഞു വെച്ചെന്നുള്ളൂ. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു നേതാവ് എന്ന നിലയിൽ ആനി രാജ രംഗത്ത് വരുമ്പോൾ രാഹുൽ ഗാന്ധി അവരെ എതിർക്കാനായി വയനാട്ടിൽ ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വനിതാ മുഖമാണ് ആനി രാജ. അവർക്കെതിരെ രാഹുൽ ഗാന്ധി പോരാടുക എന്ന് പറയുമ്പോൾ മറ്റു ചില സന്ദേശങ്ങൾ കൂടി നൽകും എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. മറ്റൊന്ന്, ഇന്ത്യ മുന്നണി നേതാക്കൾ പരസ്പരം പോരാടുന്നത് ഒഴിവാക്കാം എന്നൊരു പ്രധാനപ്പെട്ട ഘടകം കൂടിയുണ്ട്. അതിൽ മറ്റൊന്ന്, ലീഗ് പിന്തുണ ദേശീയ തലത്തിൽ ചർച്ചയാവില്ല. കഴിഞ്ഞ തവണ നമുക്കറിയാം ലീഗിൻ്റെ പതാക ഉത്തരേന്ത്യയിൽ ഏത് തരത്തിൽ BJP ഉപയോഗിച്ചു എന്നത് നമ്മൾ കണ്ടതാണ്. അത് ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടാക്കിയ തിരിച്ചടി ചെറുതല്ല, കുറഞ്ഞത് ഉത്തരേന്ത്യയിലെങ്കിലും. മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥ ചർച്ചയാവില്ല, അങ്ങനെയും ഉണ്ടല്ലേ. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വയനാട്ടിൽ വളരെ കുറവായിരുന്നു. മണ്ഡലത്തിൽ വികസന കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. UDFൻ്റെ കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയാണ്, ആര് നിന്നാലും ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ രാഹുൽ ഗാന്ധിക്ക് മണ്ഡലത്തോട് നീതി പുലർത്താൻ പറ്റിയില്ല എന്ന ആക്ഷേപവും ഒരു പരിധിവരെ മറ്റൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഒഴിവാക്കാമെന്നാണോ? അല്ല, അത് ഒന്ന് വയനാടിൻ്റെ ഒരു സാഹചര്യം അറിയാലോ. അവിടെ വികസനം കൊണ്ടുവരലും എളുപ്പമല്ല. ഒട്ടനവധി വിഷയങ്ങളുണ്ടല്ലോ. ഒരു വനഭൂമി ധാരാളമുള്ളൊരു പ്രദേശമാണ്. 8 ഷെഡ്യൂൾഡ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ ട്രൈബ്സ് ഉണ്ട്. പിന്നെ നമുക്കറിയാലോ അവിടുത്തെ ഈ ഒരു അവിടെ 10-26 തദ്ദേശ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ 26 തദ്ദേശ സ്ഥാപനങ്ങൾ 20 എണ്ണവും വലിയ രൂക്ഷമായ വന്യമൃഗ പ്രശ്നങ്ങൾ നേരിടുന്ന ഇടങ്ങളാണ്. അപ്പോൾ ഇപ്പം രഞ്ജിത്തിന് ഓർമ്മയുണ്ടാവും, ഞാനാണ് ആ വാർത്ത കവർ ചെയ്യാനായി വയനാട്ടിൽ ചെന്ന് അവിടെ സ്മൃതി ഇറാനി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്മൃതി ഇറാനി വന്നത് നോക്കൂ, സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് വരുന്നു. ആ വരുന്ന ദിവസം തന്നെ BJP നോക്കൂ വയനാട്ടിൽ സ്മൃതി ഇറാനി പോകുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി നേപ്പാളിൽ ഒരു നിശാ ക്ലബ്ബിൽ പാർട്ടി നടത്തുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങൾ ഡൽഹിയിൽ നിന്ന് പുറത്തുവിടുന്നു. വയനാട്ടിൽ സ്മൃതി ഇറാനി വരുന്നു. സ്മൃതി ഇറാനിക്ക് വേണ്ടി, സ്മൃതി ഇറാനിക്ക് സ്വാഗതം ചെയ്യാൻ അല്ലെങ്കിൽ സ്മൃതി ഇറാനിയെ കാണിക്കാൻ വേണ്ടി അവിടെ ഒരു പ്രത്യേക ആദിവാസി സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ട്രൈബൽ സെറ്റിൽമെൻറ്റ് സർക്കാർ പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി വെക്കുന്നു. പക്ഷേ സ്മൃതി ഇറാനി അവസാന നിമിഷം വളരെ അപ്രതീക്ഷിതമായി ആ സെറ്റിൽമെൻറ്റിലേക്ക് പോകാതെ വളരെ പിന്നോക്കാവസ്ഥയിൽ, അതായത് ആളുകൾ ഷെഡിലുമൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒറ്റ പോക്കാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഇംഗ്ലീഷ് ചാനലുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നമുക്ക് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ട്രാക്ക് മാറുന്നത് മനസ്സിലാക്കാൻ കഴിയുക. നമുക്കവിടെ രതീഷ് വാസുദേവൻ എന്നൊരു നമ്മുടെ റിപ്പോർട്ടർ ആദ്യം ഈ സാധനം ട്രാക്ക് ചെയ്യുന്നു. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. നമ്മൾ പോകുന്നതിന് പുറകെ മറ്റ് ദേശീയ ചാനലുകൾ CNN വേണ്ടിയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ മറ്റ് നാഷണൽ ചാനലുകളും എല്ലാം അങ്ങോട്ടേക്ക് വരുന്നു. അപ്പം നോക്കൂ, ഫോക്കസ് എന്തായി? അവിടെ പിന്നോക്കാവസ്ഥ. ഒരു വീട്ടിൽ തന്നെ 5-6 കുടുംബങ്ങൾ താമസിക്കുന്നു. അവർക്ക് ടോയ്ലറ്റ് ഇല്ല, വെള്ളം പോകാനുള്ള സ്ഥലം. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വലിയ മണ്ഡലത്തിൽ സ്മൃതി ഇറാനി പ്രവർത്തിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി നിശാ ക്ലബ്ബിൽ പാർട്ടി നടത്തുന്നു എന്ന തരത്തിലുള്ള ഒരു ഔട്ട്കം ആ തരത്തിൽ അങ്ങനെ വരികയും ചെയ്തു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കുക, സ്വാഭാവികമായി ദേശീയ ചാനലുകൾ അവിടേക്ക് വരുമ്പോൾ പാവപ്പെട്ട ആദിവാസികളുടെ മുന്നിലേക്കായിരിക്കും അവർ വരിക. അപ്പോൾ അവർക്ക് രാഹുൽ ഗാന്ധി തങ്ങൾക്കൊന്നും ചെയ്തു തന്നിട്ടില്ല, അല്ലെങ്കിൽ അത്ര എളുപ്പമല്ലല്ലോ. ഇപ്പോൾ ആ ട്രൈബൽ സെറ്റിൽമെൻറ്റ്സിനെ മുഴുവൻ വികസനം എളുപ്പമല്ല. അതുകൊണ്ട് അതൊരു ചർച്ചാ വിഷയമാക്കും. മാത്രമല്ല, ഈ ഉത്തരേന്ത്യയിലെ ആളുകൾക്ക് അറിയാവുന്നൊരു കാര്യം, ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗാണ്. നമ്മുടെ ഇവിടുത്തെ മുസ്ലിം ലീഗോ ഈ ഇസ്മായിൽ സാഹിബിനെയോ അല്ലെങ്കിൽ പോക്കർ സാഹിബിനെയോ പാകിസ്ഥാന്റെ കൊടിയാണ് ലീഗിന്റെ കൊടിയെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അവർക്ക് ഇവരെയൊന്നും അറിയില്ല. ജനാധിപത്യ മതേതര നിലപാടുകളെ സംബന്ധിച്ചൊന്നും അങ്ങനെ വലിയ ധാരണ അവിടുത്തെ ആളുകൾക്കില്ല. അപ്പോൾ ആ സ്വാഭാവികമായി രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗുമായി കൂട്ടിണങ്ങുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അത് ഇവിടെ ഒരു പക്ഷേ അത് വലിയ തരംഗമുണ്ടാക്കിയിരുന്നു. പക്ഷേ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് തിരിച്ചടി അതാണ് സംഭവിച്ചത്. അമേഠിയിൽ പോലും സംഭവിച്ചതാണ്. ഉത്തരേന്ത്യയിൽ മനു പറഞ്ഞതുപോലെ വലിയ തരംഗമുണ്ടാക്കി. അമേഠിയിൽ നമുക്കറിയാം സ്മൃതി ഇറാനി വിജയിച്ച ഭൂരിപക്ഷമൊക്കെ അറിയാം. വലിയ തോതിൽ വോട്ട് നേടി സ്മൃതി ഇറാനി അവിടെ രാഹുൽ ഗാന്ധി അട്ടിമറിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായ തോൽവി കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലത്തിൽ, നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായ തോൽവി രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ മുഖം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങുകയാണ്. പക്ഷേ ഈ വയനാട്ടിൽ സ്ഥിതിഗതികൾ വ്യത്യസ്തമായിരുന്നു മനു. വയനാട്ടിൽ ഏതാണ്ട് പോൾ ചെയ്യപ്പെട്ടതിന്റെ സിംഹഭാഗം വോട്ടും നേടിയാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. 7,06,367 വോട്ടുകളാണ് രാഹുൽ ഗാന്ധി കിട്ടിയത്. തൊട്ടുപിന്നിലുണ്ടായിരുന്ന PP സുനീർ CPIയുടെ സ്ഥാനാർത്ഥിക്ക് അതിന്റെ പകുതിയിൽ താഴെ വോട്ടുകൾ മാത്രം നേടി തൃപ്തിപ്പെടേണ്ടി വന്നു. തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ സ്ഥാനാർത്ഥിയായി വലിയ കാഹളത്തോടെ അവിടെ മത്സരിച്ചു. പക്ഷേ 78,000 വോട്ടുകൾ മാത്രം
തുഷാറിനെ പോലെ പ്രമുഖനായ NDAയുടെ മുഖത്തിന് അവിടെ ലഭിച്ചു എന്നുള്ളതാണ്. ഈ പ്രചരണങ്ങളൊക്കെ ഉത്തരേന്ത്യയിലേശി, പക്ഷേ ഉത്തരേന്ത്യയിൽ വലിയ ഡാമേജ് കോൺഗ്രസിനുണ്ടായി. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ കോൺഗ്രസിന്റെ ഈ വയനാട് മണ്ഡലത്തിലെ ഭൂരിഭാഗം വോട്ടുകളും രാഹുലിനൊപ്പം പോയി. ഭൂരിപക്ഷമൊക്കെ അത്ഭുതകരമായിരുന്നു കഴിഞ്ഞ തവണ. 4,31,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ കിട്ടിയത്. ഈ PP സുനീർ പാവം അദ്ദേഹം അവിടെ വലിയ പ്രതീക്ഷയോടെ വന്നത്. അവിടെ ഈ ഇലക്ഷൻ കവർ ചെയ്യാൻ ഞാൻ ചെന്ന സമയത്ത് ഈ PP സുനീർ ആദ്യം ധരിച്ചത് അദ്ദേഹത്തിന് നേരത്തെ അതിന് മുന്നേ ഉള്ള തെരഞ്ഞെടുപ്പിൽ CPIക്ക് ലീഡ് വല്ലാതെ കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നു. MI ഷാനവാസിന് കിട്ടിയ ആദ്യകാലത്ത് കിട്ടിയ ആ ലീഡിൽ നിന്ന് അത് ഒരു 20,870 എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആദ്യം 1,53,000 വോട്ടിനാണ് ഷാനവാസ് ജയിക്കുന്നത്. അതിനുശേഷം 2014 ആ ലീഡ് 20,000 കുറയ്ക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു 10,000 വോട്ട് മറിച്ചാൽ തനിക്ക് ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് PP സുനീർ മണ്ഡലത്തിലേക്ക് വരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായ മാറ്റം അവിടെ സംഭവിക്കുകയാണ്. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്നു, സിദ്ദിഖ് മാറുന്നു. അതേപോലെ തന്നെ BDJSും പൈലി വാത്തിയാട്ട് എന്നൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ഒരു കരുത്തൻ വേണമെന്ന നിലയിൽ തുഷാർ വെള്ളാപ്പള്ളി വരുന്നു. അങ്ങനെ എല്ലായിടത്തും ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ വൻ ഭൂരിപക്ഷം ഉണ്ടാകുന്നത്. അതേസമയം നോക്കൂ, അമേഠിയിൽ എന്താണ്, അവിടെ രാഹുൽ ഗാന്ധിയുടെ കുടുംബ മണ്ഡലം എന്ന് പറയുന്നത് നമ്മളെ സഞ്ജയ് ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിൽ അറിയപ്പെട്ടു. കുടുംബത്തിന്റെ മണ്ഡലം. അതെ. പിന്നെ ഇന്ദിരാഗാന്ധി, പിന്നെ അതിനുശേഷം രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി 2004 സോണിയാഗാന്ധി അവിടെ മത്സരിച്ചു. അതിനൊക്കെ ശേഷമാണ് രാഹുൽ ഗാന്ധി ഈ മണ്ഡലം ഏറ്റെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി തങ്ങളുടെ ഒരു കുടുംബസ്വത്ത് എന്ന തരത്തിലുള്ള വലിയ ആത്മവിശ്വാസം അതുകൊണ്ട് അതിന് മുന്നത്തെ തവണ ഭൂരിപക്ഷം കുറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഈ അപകടം മണത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയൊരു വിജയം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു പക്ഷേ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ തവണ BJP അതിന് തന്നെയാണ് കോപ്പ് കൂട്ടുന്നത് എന്നതാണ് ഒരു കാര്യം. ഇപ്പോൾ രാഹുൽ റായ്ബറേലിയിൽ മത്സരിച്ചേക്കുമെന്ന് BJPക്ക് നേരത്തെ തന്നെ സൂചനകളുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി റായ്ബറേലിയിൽ വെച്ച് അവിടെ എയിംസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി വലിയ ഒരു പ്രഖ്യാപനം നടത്തി. ഇവിടെ രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് വെറും പേരിന് വന്നിട്ടുള്ള ആളുകളാണ്. അതുപോലെ ഷാഹി പരിവാർ, രാജകുടുംബം എന്നൊക്കെ അവരെ അധിക്ഷേപിച്ചാണ് അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഏതായാലും 2019 64.7% വോട്ടുകൾ രാഹുൽ ഗാന്ധിക്കൊപ്പം പോയി എന്നുള്ളതാണ്. അതായത് 2009 49.8% MI ഷാനവാസിന്റെ ഭൂരിപക്ഷമായിരുന്നു. അത് 2014 41 താഴ്ന്നു. 40% വോട്ടുകൾ മാത്രമാണ് 2014 MI ഷാനവാസ് തന്നെ മത്സരിച്ചപ്പോൾ കിട്ടിയത്. ഭൂരിപക്ഷം കുറച്ചു. അന്നും PP സുനീർ ആയിരുന്നു അല്ലേ രണ്ടാമത് CPIയുടെ സ്ഥാനാർത്ഥി? അല്ല, 2009-ലും 2014 CPIക്ക് 38.9% വോട്ട് കിട്ടിയെന്നുള്ളതാണ്. അതായത് വെറും 3%. സത്യൻ മൊകേരിയായിരുന്നു. 3% വോട്ടുകൾ മാത്രം, 3% ഇല്ല, 2.5% വോട്ടുകളുടെ മാത്രം വ്യത്യാസമാണ് CPI സ്ഥാനാർത്ഥിയും 2014 MI ഷാനവാസും തമ്മിലുണ്ടായിരുന്നത്. അതാണ് മനു നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അത് 2019 രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയപ്പോൾ ആലോചിച്ച് നോക്കണം, 25% വോട്ടുകളിലേക്ക് CPI ചുരുങ്ങുകയാണ്. ഏതാണ്ട് 40%-40%-ഓളം വോട്ടുകൾ വർദ്ധിക്കുകയാണ് കോൺഗ്രസിന് CPIയേക്കാളും. എത്ര വ്യത്യാസമാണെന്ന് ആലോചിച്ച് നോക്കണം. അത് വലിയൊരു മാറ്റം രാഹുലിന് അനുകൂലമായി വന്നു. പ്രത്യേകിച്ച് അവിടെ നമുക്കറിയാലോ കൂടുതലുമായിട്ടുള്ള വോട്ടർമാർ രാഹുൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യത എന്നൊക്കെയുള്ളൊരു പ്രചരണത്തിന് മോദിക്കെതിരെ നിൽക്കുന്നു. ഒരു പക്ഷേ മോദി സർക്കാരിന് വേണ്ടത്ര അല്ലെങ്കിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ BJPക്ക് വേണ്ടത്ര ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രി ആകും എന്ന് പ്രതീക്ഷയുള്ള വലിയ വിഭാഗം ആളുകൾ. പിന്നെ രാഹുലിൻ്റെ ഒരു ക്ലൗട്ടും ഉണ്ടായിരുന്നു അവിടെ. രാഹുലിനെ കാണുമ്പോൾ തന്നെ ഒരു സുന്ദരനാണ് അദ്ദേഹം. പിന്നെ ആളുകളോട് വളരെ സൗമ്യമായി പെരുമാറുന്നു. ആളുകൾ വലിയൊരു ക്രൗഡ് പുള്ളർ. ദേശീയ നേതാവ് ഒന്ന് മത്സരിക്കുകയല്ലേ വയനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നിൽ. അതൊരു വലിയ സംഭവമായി മാറി. മനു, അത് മറ്റൊന്ന്, ഈ നമുക്ക് 2009 തെരഞ്ഞെടുപ്പിന് പ്രത്യേകത ഉണ്ടായിരുന്നു. DIC NCP ആയിട്ട് മത്സരിക്കുകയാണ്. അവിടെ K മുരളീധരനാണ് സ്ഥാനാർത്ഥി. K മുരളീധരൻ ഞാൻ പറഞ്ഞു വന്നത് ആ 2009 അദ്ദേഹം 100,000-അടുത്ത് വോട്ട് പിടിച്ചു. ശ്രദ്ധേയമായി. പക്ഷേ MI ഷാനവാസ് ജയിച്ചു അല്ലേ? അതെ. ഷാനവാസ് ഒരു പക്ഷേ ദീർഘനാളത്തെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് ശേഷം MP ആകുന്ന ഒരു സുവർണ അവസരം കൂടിയായിരുന്നു അത് ഷാനവാസിന്. അതൊരു അദ്ദേഹത്തിന് ഒരു സേഫ് മണ്ഡലം വേണം തരത്തിലൊക്കെ കൊടുത്തു. കാരണം ഒരുപാട് തെരഞ്ഞെടുപ്പിൽ നിന്ന് പരാജയപ്പെട്ട ഒരാളാണ്. പരാജയങ്ങളുടെ രാജകുമാരനായിരുന്നു ഷാനവാസ്.
അല്ലേ? പക്ഷെ മുരളീധരന് പോലും ഷാനവാസിന്റെ വിജയത്തെ അട്ടിമറിക്കാൻ സാധിച്ചില്ല. പക്ഷെ 1 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ, 12% വോട്ടുകൾ മുരളീധരൻ അവിടെ പിടിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വോട്ടുകളാണ് പോയത് എന്നൊക്കെ ഉള്ളൊരു ഇത് കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. കാരണം അത് ഞങ്ങളുടെ അത്രയും സ്ട്രോങ് ഹോൾഡാണ്. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ രാഹുൽ ഗാന്ധി വരാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം BJPക്ക് അവിടെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു വോട്ട് ഷെയറേ ഉള്ളൂ. 3.8 2009 2014 അത് 8.8 ആയി. അതെ, അത് 2019 ആയപ്പോൾ 7.2 ആയി. അപ്പോൾ ഈ BJPക്ക് ലഭിക്കേണ്ട വോട്ട് മറ്റു സ്ഥലങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ അത് കുറവാണ്. തീർച്ചയായും കുറവാണ്, വളരെ കുറവാണ്. അതാണ് സാഹചര്യം. വയനാട് വളരെ പ്രത്യേകതയുള്ള ഒരു മണ്ഡലമാണ്, വലിയ മണ്ഡലമാണ്. ജില്ലകൾ അത്തരത്തിൽ ഒരുപാട് ജില്ലകളിലെ മണ്ഡലങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ്. അവിടെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമാണ് കഴിഞ്ഞ തവണ ശ്രദ്ധേയമായതെങ്കിൽ ഇത്തവണ രാഹുൽ ഉണ്ടാകില്ല എന്നുള്ളത് ഏത് തരത്തിൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ സാധ്യതകളെ ബാധിക്കുമെന്നതും നമുക്ക് കാത്തിരുന്ന് കാണണം. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം, ഞാനും മനുവും ഇടവേളയ്ക്ക് ശേഷം. ഏതായാലും വയനാട്ടിലെ രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ അത്തരത്തിൽ ദേശീയതലത്തിൽ തന്നെ ഉണ്ട്. കാരണം നിരവധിയായ കാര്യങ്ങൾ രാഹുലിനെ പുറകോട്ടടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം 4,31,770 വോട്ടുകളുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ വയനാട് നൽകി രാഹുൽ ഗാന്ധിക്ക്. ഈ MI ഷാനവാസ് 2014 നൽകിയ 20,870 നിന്നാണ് ഇത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ എത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രയോ ഇരട്ടി വോട്ടിന്റെ വ്യത്യാസമാണ് രാഹുലിന്റെ ഭൂരിപക്ഷത്തിൽ തന്നെ വന്നത് എന്നുള്ളത് നമ്മൾ കാണണം. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും അല്ലേ ഈ രാഹുൽ ഒരു സ്ഥാനാർത്ഥി കിട്ടുന്ന ഇത്ര വലിയൊരു ഭൂരിപക്ഷം എന്ന് പറയുന്നത്, മനു? അതെ, വലിയ എന്ന് വെച്ചാൽ ആ മെജോറിറ്റി അവിടെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ അവിടുത്തെ ഒരു പോപ്പുലേഷൻ്റെ ഒരു നമുക്കറിയാലോ, പ്രത്യേകിച്ച് ഈ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് ഈ വയനാട് ഡിസ്ട്രിക്റ്റ് അതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഈ തിരുവമ്പാടിയാണ് കോഴിക്കോടിൽ, പിന്നെ മലപ്പുറത്തു നിന്നുള്ള നിലമ്പൂർ, ഏറനാട്. അവിടെ എല്ലാം ഈ ഏറനാടാണെങ്കിൽ ലീഗിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. ഏതാണ്ട് ലീഗിന് വളരെ സ്വാധീനമുള്ള മാനന്തവാടി, തിരുവമ്പാടി, നിലമ്പൂർ, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, വണ്ടൂർ, ഏറനാട് അല്ലേ? വണ്ടൂർ ഏറനാടും ലീഗിന്റെ പ്രധാന കേന്ദ്രങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന സ്ഥലങ്ങളാണ്. ഏറനാട് പിന്നെ ലീഗ് MLA തന്നെയാണ്, ബഷീറാണ്. അപ്പോൾ ആ നിലയ്ക്ക് പിന്നെ കോൺഗ്രസിനും നല്ല സ്വാധീനമുണ്ട് മാനന്തവാടിയിലും. ഇപ്പം മാനന്തവാടിയിൽ തോറ്റു എന്നതേ ഉള്ളൂ. ഇപ്പം ഇത്തവണ അവിടെ MLA മാറി കേളുവായി. പക്ഷേ നേരത്തെ അവിടെ കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലമാണ് കൽപ്പറ്റയും ബത്തേരിയും ഒക്കെ. ഏതായാലും കൽപ്പറ്റയും ബത്തേരിയും വണ്ടൂരും കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളാണ്. ഏറനാട് ലീഗിൻ്റെ കയ്യിലാണ്. ഈ CPMന് ഇത്തവണ മാനന്തവാടി കിട്ടിയിട്ടുണ്ട്. ഏതായാലും തിരുവമ്പാടിയും നിലമ്പൂരിൽ ഇപ്പോൾ അൻവർ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് അവിടെയൊക്കെ ഒരു ചെറിയ ശക്തിയുണ്ട്. പക്ഷേ അതൊക്കെ രാഹുൽ ഗാന്ധി വരുമ്പോൾ എങ്ങനെ മറിയും എന്നുള്ളത് നേരെ വ്യത്യസ്തമായ കാര്യം. അതെ, അതായത് ഈ മുസ്ലിംകൾ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ് വയനാട് എന്നുകൂടി മനസ്സിലാക്കണം. 45% മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു മണ്ഡലമാണ് വയനാട്. 45% മാത്രമാണ് ഹിന്ദുക്കളുടെ ഒരു പോപ്പുലേഷൻ അവിടെ ഉള്ളത്. ക്രിസ്ത്യാനികളുടെ എണ്ണം 13% മാത്രം ക്രിസ്ത്യൻസ് ഉള്ള ഒരു മണ്ഡലമാണ്. അവിടെയാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഈ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള സ്വാധീനമൊക്കെ നമ്മൾ എടുത്ത് കാണേണ്ടത് എന്നുള്ളതാണ്. അതാണ് കഴിഞ്ഞ ഈ PP സുനീർ വരുമ്പോൾ സത്യൻ മുഖേരിയേക്കാൾ ആ 10,000 വോട്ടിന്റെ ഒരു എഡ്ജ് സുനീർ അതിൽ കൂടി കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് വന്നത്. പക്ഷെ അതാണ് പൊളിഞ്ഞു പോയത്. ഒപ്പം ഈ വയനാടിന് ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു മണ്ഡലം കൂടിയാണ്. നമ്മൾ ഈ വയനാട്ടിലെ വന്യമൃഗ ശല്യം ദീർഘനാളുകളായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആനകളുടെയും പുലിയുടെയൊക്കെ കടുവയുടെയൊക്കെ സാന്നിധ്യം വലുതായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അവിടെ വന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു. കാർഷിക പ്രതിസന്ധി വയനാട്ടിലെ ഒരു പ്രധാന പ്രശ്നമാണ്. കർഷക ആത്മഹത്യകളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട്. വികസന രാഹിത്യം, കാരണം നേരത്തെ മനു പറഞ്ഞതുപോലെ വയനാട് ഒരു പ്രത്യേകതയുള്ള മണ്ഡലമാണ്. വികസനം എത്തിക്കുക എല്ലായിടത്തും എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതിപ്പോൾ രാഹുൽ ഗാന്ധി അല്ല നരേന്ദ്രമോദി വിചാരിച്ചാലും ഒരുപക്ഷെ എല്ലാ സ്ഥലങ്ങളിലും വികസനം എത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഗതാഗത പ്രശ്നം ഒരുപാടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഗതാഗത കുരുക്കും അത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദീർഘനാളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആദിവാസി മേഖലയൊക്കെ ഒത്തിരിയുള്ള ഒരു സ്ഥലമാണ് അല്ലേ? അതെ, പല സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനൊക്കെ ഉള്ളൊരു പ്രയാസം എളുപ്പമല്ല. അവിടെയൊക്കെ പെട്ടെന്ന് റോഡ് വരലും കാര്യങ്ങളും ഒക്കെ. പിന്നെ അവിടുത്തെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, ആളുകൾക്കിടയിൽ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന പലതരം അസുഖങ്ങൾ, അതിനുള്ള ചികിത്സ ഇല്ലാത്ത സാഹചര്യം നമുക്ക് പണ്ടൊരിക്കൽ ഓർമ്മയില്ല. അവിടുന്ന് ഒരു പെൺകുട്ടിയെ പാമ്പ് കടിച്ചതിന് ശേഷം എത്തിക്കാനൊക്കെ പാടുപെട്ടു. മനു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വയനാട്ടിൽ രാഹുൽ അല്ലെങ്കിൽ പിന്നെ ആരാണ് UDF സ്ഥാനാർത്ഥി എന്നുള്ള ചർച്ചയുമുണ്ട് കേട്ടോ. സിദ്ദിഖ് എന്തായാലും MLA ആണ്. സിദ്ദിഖ് കഴിഞ്ഞ തവണ പരിഗണിച്ചിരുന്നു. അവിടെ അത്രത്തോളം അല്ലെങ്കിൽ പോലും ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇറക്കുക എന്ന UDFന് വെല്ലുവിളിയാണ്.
എന്നുള്ളതാണ്. കാരണം രാഹുൽ ഇല്ലെങ്കിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്ഥാനാർത്ഥികൾ വളരെ ഇമ്പോർട്ടൻ്റ്. റായ്ബറേലിയിൽ ആര് മത്സരിക്കും എന്നതും വളരെ ശ്രദ്ധേയമാണ്. കാരണം എനിക്ക് തോന്നുന്നത് റായ്ബറേലിയിൽ ഇത്തവണ രാഹുൽ മത്സരിച്ചാൽ അദ്ദേഹത്തിന് ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാവും. റായ്ബറേലിയിലെ വോട്ടിംഗ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ 4.5 ലക്ഷത്തിൽ നിന്ന് അത് 3.25 ലക്ഷമായി, 3.25 ലക്ഷത്തിൽ നിന്ന് 3.5 ലക്ഷമായി. കഴിഞ്ഞ വർഷം അത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് 1,67,000 അപ്പോൾ ഇങ്ങനെ 4 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം കഴിഞ്ഞ കാലങ്ങളിലായി വീഴുകയാണ്. അപ്പോൾ അവിടെ ഒരു ഫൈറ്റ് രാഹുൽ ഏതായാലും വയനാട് പോലെ സുരക്ഷിത മണ്ഡലം ഒരുക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ബാധ്യതയായി മാറുകയാണ്. കർണാടകയിലാണോ തെലങ്കാനയിലാണോ എന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണണം. രാഹുലിന്റെ വയനാട്ടിലെ അസാന്നിധ്യമാണ് ഇന്ന് ഇലക്ഷൻ ചാനൽ ചർച്ച ചെയ്ത്. ഏതായാലും ഒരുപാട് സാധ്യതകൾ വയനാട് മണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു. തൽക്കാലം ഇലക്ഷൻ ചാനൽ അവസാനിപ്പിക്കും. നാളെ മറ്റൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയവുമായി എത്താം. നമസ്കാരം.